അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ മെഹന്തിയും ഹൽദിയും ഉണ്ട് കേട്ടോ. മെഹന്തി എന്ന് പറയാനായിട്ട് അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരിയുടെ മോളാണ് ഐശ്വര്യ, നയനയുടെയും കൂടെ കൂട്ടുകാരി തന്നെയാണ് കേട്ടോ. അപ്പോൾ ആ കുട്ടി വന്നിട്ടാണ് നമുക്ക് മോൾക്ക് മെഹന്തിയൊക്കെ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ തലേദിവസം രാത്രിയിൽ, അതായത് നമ്മുടെ ഹൽദിയുടെ തലേദിവസം രാത്രി കേട്ടോ, ഒരു 8 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഐശ്വര്യ മോള് വന്നു ഇതാ ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറേ സമയം എടുത്തു കേട്ടോ. ശരിക്കും നയന ഇടയ്ക്കിടയ്ക്ക് ഇരുന്നും കിടന്നും ഒക്കെ റിലാക്സ് ചെയ്തു. പക്ഷേ ഐശ്വര്യ അങ്ങനെയല്ലായിരുന്നു, മുഴുവൻ സമയം അവിടെ കുത്തിയിരുന്ന് ആണ് നമ്മുടെ മോൾക്ക് മൈലാഞ്ചിയൊക്കെ ഇട്ട് കൊടുത്തത്. അപ്പോൾ അതേ ഒരു രാത്രി 12 മണി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ചെന്നപ്പോഴത്തേക്ക് ഒരു കയ്യിലിട്ട് കഴിഞ്ഞിട്ടുണ്ട്, പിന്നെ അടുത്ത കയ്യിലേക്ക് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചെന്നും പോന്നും ഒക്കെ ഞാൻ വീഡിയോയും കൂടെ എടുക്കുന്നുണ്ട്. എനിക്കാണെങ്കിൽ അടുക്കളയിൽ നല്ല പിടിപ്പത് പണിയുണ്ട് കേട്ടോ. അതായത് വീടൊക്കെ ഒന്ന് വൃത്തിയാക്കൽ അങ്ങനെയുള്ള പരിപാടിയൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതേ അടുത്ത കയ്യിലേക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ചെയ്യാനായിട്ട്. അങ്ങനെ ഉള്ള ഇത്രയും ഭാഗം മാത്രമേ നമ്മുടെ മെഹന്തിയുടെ കാര്യം ഉൾപ്പെടുത്തുന്നുള്ളേ. അപ്പോൾ നല്ല രസമുണ്ട് മോള് ഇങ്ങനെ മെഹന്തിയൊക്കെ ഇട്ടിട്ട് കേട്ടോ. ഇപ്പോൾ എല്ലാ ഡിസൈനും മെഹന്തി ഐശ്വര്യ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും മെഹന്തിയൊക്കെ ഇടണമെന്നുണ്ടെങ്കിൽ ഐശ്വര്യയെ വിളിച്ചാൽ നന്നായിട്ട് ചെയ്തു തരും കേട്ടോ. അപ്പോൾ അതൊക്കെ ചെയ്യുന്നു. ഇനി നമ്മൾ ഇത്രയും കാര്യം ഉൾപ്പെടുത്തിയിട്ട് ഇനി അടുത്ത ദിവസത്തെ കാര്യങ്ങളാണ് നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. കളി വയ്യായിരുന്നതാണ് എല്ലാ കാര്യങ്ങളും. അങ്ങനെ നമ്മുടെ ഹൽദിയുടെ ദിവസം രാവിലെയാണ് കേട്ടോ. അതായത് കല്യാണം 5-ാം തീയതി, നമ്മുടെ 3-ാം തീയതിയാണ് ഹൽദി നടത്തുന്നത്. അപ്പോൾ രാവിലെ ഇഡ്ഡലി സാമ്പാറും ഒക്കെയാണ്. അപ്പോൾ ഇഡ്ഡലി സാമ്പാറൊക്കെ അകത്തിണക്കുന്നുണ്ട്. ഞാനും അനിയത്തിയും കൂടെ കഞ്ഞിക്ക് വെള്ളം അടുപ്പിടാനായിട്ട് പോവുകയാണേ. അപ്പോൾ മഴയാണല്ലോ, ഇപ്പോൾ മിക്ക ദിവസവും മഴയാണ്. അപ്പോൾ രാവിലെ ഇത്തിരി വെയിലൊക്കെ കാണുന്നുണ്ട്. എന്തായാലും ഞങ്ങൾ രണ്ടും കൽപ്പിച്ച് അങ്ങോട്ട് അരി മുറ്റത്ത് തന്നെ ഇടുവാണേ. അപ്പോൾ മുറ്റത്ത് തന്നെ ഇത്തിരി ഉയർന്ന സ്ഥലം ഉണ്ട്, ആ സ്ഥലത്തേക്കാണ് നമ്മൾ അടുപ്പ് കൂട്ടിയത്. അപ്പോൾ മഴ പെയ്താലും വെള്ളം ഒന്നും ഒഴുകി അങ്ങോട്ട് വരത്തില്ല. പിന്നെ തീ നന്നായിട്ട് പിടിച്ച് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വലിയ കലമല്ലേ വെക്കുന്നത്. അപ്പോൾ ഏറെ വിറകൊക്കെ ഇട്ട് കത്തിക്കുന്നത് കൊണ്ട് തന്നെ ഇത്തിരി മഴയൊക്കെ പെയ്തെന്നാലും നമുക്ക് കുഴപ്പമൊന്നുമില്ല. എന്തായാലും നമുക്ക് രണ്ടും കൽപ്പിച്ച് അങ്ങോട്ട് ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടെ വിറകൊക്കെ കൂട്ടിയിട്ട് തീയൊക്കെ പിടിപ്പിച്ചെടുക്കുകയാണ്. എന്നിട്ട് അരി അടുപ്പിടാനായിട്ട് പോവുകയാണേ. അങ്ങനെ തീയൊക്കെ പിടിച്ച് കഴിഞ്ഞിട്ട് ഒരു വലിയ കലത്തിൽ വെള്ളമൊക്കെ പിടിച്ചുകൊണ്ട് അടുപ്പത്തൊക്കെ വെച്ച് റെഡിയാക്കുവാണ്. ബുദ്ധിമുട്ടലൊക്കെ വല്ലതും വെച്ച് കൊടുത്തിരിക്കട്ടെ. നല്ല വെളിച്ചമുണ്ട്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ അനുഗ്രഹിച്ച് വന്നതാണ്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ പന്തലിൽ സ്റ്റേജൊക്കെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ.
പിന്നെ പന്തലിൽ മറ്റ് വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇഡ്ഡലി വർക്ക് ഏരിയയിലും പിന്നെ അകത്ത് ഗ്യാസ് സ്റ്റൗവിൽ കൂടിയാണ്, രണ്ടടുപ്പിലും കൂടിയാണ് വേവിച്ചതൊക്കെ കേട്ടോ. അപ്പോൾ അങ്ങനെ അടുക്കളയുടെ പരുവൊക്കെ കണ്ടല്ലോ. നമ്മുടെ ഒരു ദിവസത്തെ ഇങ്ങനെയുള്ള ചടങ്ങുകളൊക്കെ നടക്കുമ്പോഴത്തേക്കും നമ്മുടെ അടുക്കള ഒരു അലങ്കാരം തന്നെയാണല്ലോ. നോക്കിക്കേ, ഇഡ്ഡലിയുടെ മാവൊക്കെ ഏകദേശം ഒരു പാത്രത്തിൽ ഉണ്ടാക്കി തീർത്തിട്ടുണ്ട് കേട്ടോ. അടുത്ത പാത്രത്തിൽ കുടിവെള്ളമാണ് ഇരിക്കുന്നത്. ഇനി ഈ ഒരു കലത്തിൽ കൂടെ മാവ് വേവിക്കാനുള്ളത് ഇരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ സാമ്പാറൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഇപ്പോൾ അനിയത്തിയാണ് സാമ്പാറൊക്കെ റെഡിയാക്കിയത് കേട്ടോ. പിന്നെ അമ്മ അനിയത്തിമാരെന്ന് പറയാം കേട്ടോ, രണ്ടുപേരും കൂടിയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ അമ്മ അവിടെ പാത്രമൊക്കെ തേച്ച് കഴുകുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഓരോരുത്തരായിട്ട് വന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടൊക്കെ പോകുന്നുണ്ട്. ഒരുമിച്ചിരുന്ന് കഴിക്കാൻ പറ്റിയവരൊക്കെ ഒരുമിച്ച് അങ്ങനെ വരുന്നുണ്ട്. പിന്നെ ഒറ്റയ്ക്കൊക്കെ ഓരോരുത്തർ ഫ്രീ ആകുന്നതനുസരിച്ച് വന്നൊക്കെ കഴിക്കുന്നൊക്കെയുണ്ട്. അപ്പോൾ അടുത്ത അനിയത്തി നമ്മുടെ അരിക്കുള്ള വെള്ളമൊക്കെ നന്നായിട്ട് കാഞ്ഞ് കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ അരി കഴുകുവാണ് ഇടാനായിട്ട്. അപ്പോൾ ഒരു 3-4 തേങ്ങ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ സമയത്ത് അതൊന്ന് പൊതിച്ചൊക്കെ വെക്കുവാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ മഴക്കാറും വെക്കുന്നുണ്ട്, ഇടയ്ക്ക് വെയിലുണ്ട്, അങ്ങനെയുള്ളൊരു അന്തരീക്ഷമാണ്. അപ്പോൾ അമ്മ അവിടെ നിന്ന് ഇങ്ങനെ ഓരോ ചെറിയ വിറകൊക്കെ പെറുക്കി കൊണ്ടുവന്ന് വെക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ മഴയും കൂടെ പെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ അമ്മയും മഴ നനയില്ലേ എന്ന് പറഞ്ഞിട്ട് അമ്മ കൊടയൊക്കെ പിടിച്ചിട്ട് അങ്ങനെ വിറക് കൊണ്ട് വെച്ചിട്ട് ഒന്ന് ഹെൽപ്പ് ചെയ്യുന്നൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇടയ്ക്ക് ഞാനിങ്ങനെ മുറമൊക്കെ കൊണ്ട് വീശിയൊക്കെ തീയൊക്കെ നന്നായിട്ടൊക്കെ കത്തിച്ച് നമ്മുടെ അരിയൊക്കെ അടുപ്പേ കിടക്കുന്നുണ്ട്. പിന്നെ എനിക്ക് ചേർത്തല പോകണമായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ ചേർത്തലയ്ക്ക് പോയി. പിന്നെ മീനൊക്കെ വാങ്ങിച്ചിട്ട് അനിയൻ്റെ മോൻ്റെ കൊടുത്തു വിട്ടു കേട്ടോ. അപ്പോൾ അവൻ കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നമ്മുടെ അടുത്ത വീട്ടിലെ കുട്ടിയാണ് കേട്ടോ, വിദ്യ. അപ്പോൾ അവൾ വന്നിട്ട് മീൻകറിയൊക്കെ തയ്യാറാക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ അനിയത്തിമാരൊക്കെ കൂടെ എന്തൊക്കെ വെച്ചിട്ടുണ്ടെന്നോ, പാവയ്ക്ക വറുത്തരച്ച് വെച്ചിട്ടുണ്ട്, ക്യാബേജ് തോരൻ വെച്ചിട്ടുണ്ട്, പിന്നെ വെള്ളരിക്കയും മാങ്ങയും കൂടെ അരച്ച് കൂട്ടാനായിട്ട് കുക്കറിൽ വെച്ചിട്ട് അടുത്ത ആൾ അതൊക്കെ ചെയ്യാൻ നോക്കുന്നുണ്ട്. ഇതാണ് നമ്മൾ കേര മീനാണ് വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ കഴുകി വൃത്തിയാക്കിയൊക്കെ വെച്ചിരിക്കുവാണേ. അപ്പോൾ നമ്മുടെ വിദ്യക്കുട്ടിയാണ് ഇന്ന് മീൻകറിയൊക്കെ റെഡിയാക്കുന്നത്. അപ്പോൾ അരിയൊക്കെ വെന്ത് കിടക്കുകയാണ്. അപ്പോൾ അതേ നാത്തൂന് അരിയൊക്കെ കോരിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് മൂടാനായിട്ടൊക്കെ അളിയൻ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വിദ്യതയും നമ്മുടെ വർക്ക് ഏരിയയിലെ അടുപ്പിൽ കുടിവെള്ളം കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് തിളച്ച് മാറ്റിയിട്ട് അങ്ങോട്ട് കറി വെക്കാനായിട്ട് പോവുകയാണേ. അപ്പോൾ ഓരോരുത്തർ ഓരോ പണിയൊക്കെ അങ്ങനെ വേഗം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ചേർത്തലയിൽ നിന്ന് വന്നപ്പോൾ തന്നെ ഏകദേശം പണിയൊക്കെ അടുക്കളയിൽ തീർന്നിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ഇനി നമുക്ക് മീൻകറി വറ്റിക്കിട്ടണം. പിന്നെ നമ്മുടെ അരച്ചുകൂട്ടിന് അരപ്പൊക്കെ ചേർത്തതിന് വറയൊക്കെ താളിച്ചൊക്കെ റെഡിയാക്കണം. അപ്പോൾ പിന്നെ നമ്മുടെ അടുക്കളയിലെ പണിയൊക്കെ തീർന്നോളൂ. അപ്പോൾ അനിയത്തി സ്മിത അവിടെ പാത്രമൊക്കെ ഉണ്ടായിരുന്ന പാത്രമൊക്കെ കഴുകി സ്റ്റാൻഡിലോട്ടൊക്കെ വെച്ചൊക്കെ റെഡിയാക്കുന്നുണ്ട്. അനിയത്തി കവിത ഇവിടെ നമ്മുടെ അരച്ചുകൂട്ടിനുള്ള അരപ്പൊക്കെ തയ്യാറാക്കുകയാണ്. ഒരുപാടങ്ങ് ചാറാക്കണ്ട. അപ്പം പിന്നെ 1 മണിയായില്ലേ. ഒരെണ്ണം എൻ്റെ ആണേ ഫോണാ. അങ്ങനെ ഉച്ചയൂണൊക്കെ കഴിഞ്ഞതിന് ശേഷം ഹൽദിക്കുള്ള പരിപാടിയൊക്കെ നടത്താനായിട്ടൊക്കെ പോവുകയാണ് കേട്ടോ. അപ്പോൾ അതേ കൂട്ടുകാരൊക്കെ കൂടെ, മോൻ്റെ കൂട്ടുകാരൊക്കെ കൂടെ അവിടെ സ്റ്റേജൊക്കെ ഡെക്കറേഷനൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതേ നയനയുടെ കൂട്ടുകാരി കാവ്യാണ് കേട്ടോ. അപ്പോൾ ആ കുട്ടി വരുവാണേ. ഞാൻ പതിയെ റെഡിയാ പറയാൻ കേറുവായിരുന്നു. അങ്ങനത്തെ കാവ്യയും നയനയും കൂടി ഇരുന്നിട്ട് ഹൽദിക്കുള്ള ബലൂണുകളൊക്കെ വീർപ്പിച്ചൊക്കെ എടുക്കുവാണ് കേട്ടോ. പിന്നെ നന്ദുവിൻ്റെ കൂട്ടുകാർ പിള്ളേരൊക്കെ അവിടെ എങ്ങനെയൊക്കെ സ്റ്റേജ് ഡെക്കറേഷൻ ചെയ്യണമെന്നൊക്കെ ഇങ്ങനെ അവർ തമ്മിലൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരുപാടൊന്നും
ഡെക്കറേഷനൊന്നുമില്ല കേട്ടോ, സിമ്പിളായിട്ടുള്ള ഡെക്കറേഷനൊക്കെയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഹൽദിക്ക് അങ്ങനെ ആൾക്കാരെയൊന്നും അങ്ങനെ ഒരുപാട് പേരെയൊന്നും വിളിച്ചിട്ടൊന്നുമില്ല കേട്ടോ. നമ്മുടെ ചുറ്റുവട്ടത്തുള്ള അയൽവക്കക്കാരും അതുപോലെ തന്നെ നയനയുടെ 2 കൂട്ടുകാരികളൊക്കെയുള്ളേ. പിന്നെ എൻ്റെ അമ്മാവൻ്റെ ഒരു മോളുണ്ടല്ലോ, തലേ ദിവസം രാത്രി വിളിച്ചൊക്കെ എന്തെങ്കിലും ഹൽദിയൊക്കെ ഉണ്ടാവുമെന്ന് ചോദിച്ചിട്ട്. അപ്പം അങ്ങനെ ഞാൻ പറഞ്ഞു ഹൽദി ഉണ്ട്, നീ വാന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരും കൂടെ വന്നിട്ടുണ്ട്. എപ്പോ വന്നതാടി വെച്ച്? മൈലാഞ്ചിയുടെ മറ്റേ ഐശ്വര്യ ഐശ്വര്യ വന്നിട്ടേ മൈലാഞ്ചി ഇട്ട് തീർന്നപ്പോ 4 മണിയായി. എന്തേ എന്തേ നൈന? അപ്പോൾ നയനയും കൂട്ടുകാരി കാവ്യ, നിഖിത, പിന്നെ അമ്മാവൻ്റെ മോളുടെ പിള്ളേരുണ്ടല്ലോ, ആ പിള്ളേർ 2 പേരും ഒക്കെ കൂടെ അങ്ങോട്ട് ബീച്ചിലേക്ക് ഫോട്ടോ എടുക്കാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് വന്നിട്ടാണ് പിന്നെ നമ്മൾ വൈകുന്നേരം ഹൽദിയുടെ പരിപാടിയൊക്കെ നടക്കുന്നത്. ഇപ്പോൾ ഒരു 4 മണിയൊക്കെ കഴിഞ്ഞ സമയത്താണ് അവർ ബീച്ചിലേക്ക് പോകുന്നത്. ശരി മക്കളെ. പിന്നെ നയനയുടെ കൂട്ടുകാരി ആർദ്രയും പിന്നെ നമ്മുടെ കല്യാണിക്കുട്ടിയും നമ്മുടെ കുഞ്ഞും കൂടെ പോകുന്നുണ്ട് കേട്ടോ ബീച്ചിലേക്ക്. അപ്പോൾ അവർ നന്ദും നയനയൊക്കെ നേരത്തെ പോയി. നന്ദും പിന്നെ അനിയന്മാരുടെ പിള്ളേരും പിന്നെ അനന്തരക്കാർ അവരെല്ലാവരും കൂടെയാണ് അങ്ങോട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ അവർ ബീച്ചിലേക്ക് പോയി കഴിഞ്ഞപ്പോഴത്തേക്കുണ്ടല്ലോ, മോളുടെ കൂടെ വർക്ക് ചെയ്യുന്ന 2 പിള്ളേരാണ് കേട്ടോ, പൂജ പിന്നെ ശ്രുതി. അപ്പോൾ അവർ 2 പേരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ വന്നതിന് മുമ്പ് നമ്മുടെ നമ്മളിങ്ങനെ നല്ലതായിട്ടൊന്നും പിന്നെ മഞ്ഞള് മാറി ഓരോരോ ഡെക്കറേഷൻ ആയി, അതിന് വേണം ഇതിന് വേണം കാശ് ഓരോ എന്തെങ്കിലും പോയി പൂവ് മേടിക്കണം, എന്തൊക്കെയോ 100-800 രൂപയുടെ പൂവ്, പിന്നെ കേക്ക് വേണം. പിന്നെ ദേ പിള്ളേർ ചെയ്ത ഡെക്കറേഷൻ വർക്കൊക്കെയാണ് കേട്ടോ ഇത്. അപ്പോൾ അതിനുശേഷം പിന്നെ ബാക്കി പരിപാടികൾ ഞങ്ങൾ ചെയ്യാനായിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ആൺകുട്ടികളൊക്കെ കൂടെ ഉണ്ടല്ലോ, ഡാൻസൊക്കെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുമൊക്കെ നമ്മുടെ പരിപാടിയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. പിന്നെ ഞാനും നമ്മുടെ മോളുടെ കൂട്ടുകാരികളായിട്ടുള്ള പിള്ളേരുണ്ടല്ലോ, പോസ്റ്റ് ഓഫീസിൽ നിന്ന് വന്ന ആ പിള്ളേരൊക്കെ കൂടെ പോരാത്ത സ്റ്റേജിൻ്റെ ഡെക്കറേഷനുകൾ അതുപോലെ ഹൽദിക്ക് വേണ്ട സംഭവങ്ങളൊക്കെ അവിടെ ഒന്ന് സെറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്.
അക്ഷരം വല്ലതിന് ഇവിടെ കിടപ്പുള്ളത് കുറെ അക്ഷരം. അവൻ സാധനം ഇപ്പൊ കൊണ്ടുവരും. നല്ല കളിയാണ്. അവൻ ചടപടയെന്ന് കൊണ്ടുവരുന്ന ആളാണ്. അതെ കത്തി കണ്ട ഞാൻ പറഞ്ഞില്ലേ മണ്ണി കുടിച്ചിട്ട് 2 കത്തി ഓർത്തേക്കണത്തേക്ക് ഇങ്ങോട്ട് കയറി ഇതൊക്കെ ഒന്ന് നന്നാക്കി എടുക്കും. പിന്നെ ഉണ്ടല്ല ഷാളി ഇങ്ങോട്ട് വിരിച്ചു വെച്ച ഇവിടെ കുഴപ്പമില്ല. പക്ഷെ ഇവിടെ ഇത് മതിയാവുക ഇത്ര മതിയാവുക ഇവിടെ തീരെ വിരിക്കാനായിരുന്നു കിട്ടാഞ്ഞ കാരണേ പിന്നെ വേറെ വിരിച്ച് പൂജ ഇത് മതി ഷോളിരുന്ന അത് മതി അമ്മ റീസെറ്റ് ചെയ്യാം. എന്തോ ഞങ്ങൾ രണ്ടും കൂടി നോക്കാം. ഒന്ന് സെറ്റ് ചെയ്തിട്ട് വലിച്ചു എല്ലാരും ഇരിക്കട്ടെ. പിന്നെ ഇതാ മോളും മറ്റും ബീച്ചിൽ നിന്ന് ഫോട്ടോ എടുപ്പൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചെത്തിയിട്ടുണ്ടേ.
സമയപരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്തൊക്കെ ഇട്ടിരിക്കുന്നത് കേട്ടോ. പിന്നീട് ഹൽദി മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ടൊരു വീഡിയോ ചെയ്യണമെന്ന് എനിക്കുണ്ട്. മിക്കവാറും നമ്മുടെ കല്യാണമൊക്കെ കഴിഞ്ഞതിന് ശേഷം സമയം കണ്ടെത്തി ഞാൻ എഡിറ്റ് ചെയ്ത് ഒരു വീഡിയോ ഹൽദിയുടേത് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. പിന്നെ എല്ലാവരുമൊക്കെ ചോദിച്ച് കല്യാണം വിളിക്കുന്നില്ലേ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ നമ്മൾ അത്ര വലിയ രീതിയിലുള്ളൊരു യൂട്യൂബറൊന്നും ആയിട്ടില്ലല്ലോ, നമ്മളെല്ലാവരെയും വിളിച്ചിട്ടൊക്കെ നടത്താൻ. എന്നാലും എല്ലാവരും വരുന്നത് എനിക്കിഷ്ടം തന്നെയാണ്. അപ്പോൾ വരാൻ പറ്റുന്നവരൊക്കെ വരണം. അപ്പോൾ നമ്മളിതേ അതിന് ശേഷം ഫുഡൊക്കെ കൊടുക്കുവാണ് കേട്ടോ. അപ്പവും ബീഫും ആയിരുന്നു കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ സ്റ്റേജിൽ നാളത്തേക്ക് വേണ്ടിയിട്ടുള്ള, അതായത് കല്യാണ തലേന്നത്തുള്ള പരിപാടിക്ക് വേണ്ടിയിട്ട് അതിനിങ്ങനെ കൗണ്ടറൊക്കെ തയ്യാറാക്കത്തില്ലേ, ഫുഡൊക്കെ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ആ സംഭവമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് നമ്മുടെ കാറ്ററിംഗ് ടീമാണ് വന്ന് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. മറ്റു വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം. ഓക്കേ.